ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കിടിലൻ കിടുതയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്ങനെ, സൂപ്പറല്ലേ? ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ കടലപ്പരിപ്പ് 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ രാഗിയത്, കശുവണ്ടി, ഉണക്കമുന്തിരി, ഏലക്ക ചതച്ചത്, പഞ്ചസാര, നെയ്യ്, പിന്നെ 5 എഗ്ഗും കൂടെ പുഴുങ്ങി വെച്ചതാണ്. ഇനി നമുക്ക് പാത്രം ചൂടായതിന് ശേഷം നെയ്യ് ചേർത്തിട്ട് കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിനനുസരിച്ച് അധികമാണെങ്കിൽ നമുക്ക് അധികം എടുക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ചെടുക്കാം. അതല്ല അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഇനി നമുക്കിത് കോരി വെക്കാം. ഇതിലേക്ക് തന്നെ തേങ്ങ രാഗിയതും കൂടെ ചേർത്ത് കൊടുക്കാം, പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ കടലപ്പരിപ്പ് കുറച്ച് ഉപ്പിട്ടാൽ മതി, കുക്ക് ചെയ്തതാണ് ഇത്. അതും കൂടെ ഈ തേങ്ങ രാഗിയിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ മാറ്റി വെച്ച കശുവണ്ടിയും മുന്തിരി കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടി റെഡിയാക്കിയെടുക്കാം. നമ്മുടെ പൂരിക്ക് ചെയ്യുന്നത് പോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. ഇങ്ങനെ പരത്തിയതിന് ശേഷം ഞാൻ ഒരു എഗ്ഗ് 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇതിന് നടുവിലായിട്ട് എഗ്ഗും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു പൂരി മുകളിൽ വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എല്ലാം പരത്തി വെച്ചതെല്ലാം ഇങ്ങനെ തന്നെ ചെയ്യാം. ഇനി പാൻ ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് 2 എഗ് വൈറ്റ് എടുത്തിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് കിടുത ഇതിൽ ഇങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം വേണം പൊരിച്ചെടുക്കാൻ. ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ 2 ഭാഗവും ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം നമുക്കിതുപോലെ തന്നെ കോരിയെടുക്കാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.